ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടം വരെ വരുവോ? ആരപ്പത്? എവിടെയായിരുന്നു ഇത്ര കാലം? കണ്ടിട്ട് കൊറേ ആയല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എന്തപ്പോ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ വന്നത്? പറഞ്ഞോളൂ, കേൾക്കാലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ലൈവിൽ വന്നത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലേ ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കേണ്ടി വരും. പറഞ്ഞോളൂ, കേൾക്കാലോ. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഞാൻ 2 ദിവസം മുന്നേ നമ്മുടെ കൃഷ്ണഭക്തിയെ പറ്റി ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. കൃഷ്ണഭക്തിനെ ചേച്ചി താത്തേ, നീ ആ ഉറക്ക ഗുളിക കഴിച്ച് ആത്മാർത്ഥ നാടകമൊന്നും അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതാ യഥാർത്ഥ ഒരു സംഗിനി നിന്നെ ചാമ്പാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. മുസ്ലിംകൾ പറയുമ്പോൾ മാത്രമാണല്ലോ നിനക്ക് ആ കുഴപ്പം. ഇതാ സംഗിനി തന്നെ വന്നിരിക്കുന്നുണ്ട്. വയറ് നിറയെ കേട്ടോളൂ. എന്താ പറയാൻ വന്നത്? എന്റേതായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളൊക്കെ, എനിക്കുണ്ടാവും ഒരു വിശ്വാസം, നിങ്ങൾക്കും ഉണ്ടാവും വിശ്വാസം, അല്ലെ? പിന്നെ വിശ്വാസമല്ലേ എല്ലാം? വിശ്വാസമാണ് എല്ലാം. പക്ഷേ ആ വിശ്വാസത്തെ വെട്ടി കാസാക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ അതാണോ പ്രശ്നം? ആ വിശ്വാസത്തിന്റെ മേലെ ആര് കൊഞ്ചനം കുത്തുന്നോ അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ള ഒരു വോയിസ് ഒക്കെ നമുക്കുണ്ട്. കാരണം ഞാനൊരു ഹിന്ദു എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ആ കാര്യങ്ങൾ സംസാരിച്ചത്. ഹിന്ദു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സംഗിനി എന്ന് പറയുന്നതല്ലേ ഒരു ഇത്? അതല്ലേ അതിന്റെ ഒരു ശരി. അപ്പോ ചേച്ചി താത്തേ, കൃഷ്ണന്റെ രാധേ, ചേച്ചി താത്തേ, എവിടെ ആ വൈറലായ ഡയലോഗ് ഒന്നും കൂടി കേൾക്കട്ടെ, കൂടെ അവർക്കൊന്ന് കേൾക്കാലോ. എന്തേ? ഒന്ന് പറഞ്ഞോളൂ. ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആൾക്കാരെടുത്ത് അതും ഒരു കലയാണ് മക്കളെ. ഉറക്ക ഗുളിക കഴിച്ചിട്ട് ആത്മാർത്ഥ ശ്രമം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. കേട്ടില്ലേ സംഗിനി പറയുന്നത്? അല്ലേ സംഗിനി? അപ്പോ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ ബോധ്യം വന്നത്. ഈ തട്ടം ഇട്ടുകൊണ്ട് ആ താത്ത ഗുരുവാരമ്പലത്തിൽ വെച്ചിട്ട് ഇസ്ലാം മതത്തെ കൊഞ്ഞണം കാണിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെയൊക്കെ വായിക്കാതെ എന്താ പഴം തുരുക്കി വെച്ചിരുന്നോ? ഇവ സ്വന്തം കാര്യം വന്നപ്പോഴാണോ പറയുന്നത്? എന്തേ പോട്ടെ. ആ കൃഷ്ണഭക്ത ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണഭക്ത എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. 18ഓളം കേസുകൾ, നിരപരാധികളെ കുടുക്കിയ കേസുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അത് കോടതി, അതായത് ഹൈക്കോടതി തന്നെ ഈ ലേഡീനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ആരപ്പത് കേസിനെ കുറിച്ച് ഇത്ര വായ്തോരാതെ സംസാരിക്കുന്നത്? നിങ്ങളോ? ഞാൻ ഒന്ന് വിമർശിച്ചു എന്ന് പറയുമ്പോഴേക്കും തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ ഓടിയ ആളല്ലേ നിങ്ങള്? അതൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞോ? എന്താ കഥ ഇപ്പത്? ഓർമ്മയില്ലെങ്കിൽ ഒന്ന് കേട്ടോളൂ. ഇനി എന്റെ ഫാസിൽ എന്നെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസിൽ ഞാൻ തലശ്ശേരിയിൽ ഞാൻ വരുത്തിക്കും. കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യം ഫാസിൽ ആലോചിച്ചോളാം. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ പേജ് ഏക്ക് ചെയ്ത് ആരാണെന്നുണ്ടെങ്കിൽ നീ തലശ്ശേരി സ്റ്റേഷനിൽ പരാതി ഉണ്ടല്ലോ, കാണിച്ചു കൊടുക്കുക. അല്ലാതെ വെറുതെ ഇപ്പൊ ഓർമ്മ വന്നോ? നിങ്ങളുടെ പാത പിന്തുടരുന്നു കൃഷ്ണന്റെ രാധ എന്ന് വിചാരിച്ചാ പോരെ? ഇതൊക്കെ ഇത്ര പ്രശ്നമാക്കണോ? അത് അവര് പറഞ്ഞതിന്റെ ഒരു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് ഒരു പാലത്തിന്റെ മേലെ നിന്ന് ഇവരും ഈ മറ്റേ നമ്മളെ കൃഷ്ണഭക്ത, പേര് ഞാൻ പറയുന്നില്ല, കൃഷ്ണഭക്തയും അതുപോലെ തന്നെ ആളും സംസാരിക്കുന്ന സമയത്ത് ഇവർ അതിലൂടെ പോകുമ്പോൾ ഈ ലേഡി പോടാ എന്ന് വിളിച്ചു. അപ്പം ആ ലേഡിയോട് അങ്ങോട്ട് കയറി സംസാരിക്കുന്ന സമയത്ത് ഉടനടി പീഡനത്തിന്റെ കേസാണ് കൊടുത്തത് എന്ന് അറിയാൻ പറ്റി ഇവർക്ക് രണ്ടാൾക്കെതിരെയും. പിന്നെ ആ നടുക്കെട്ട സാക്ഷിയോട് ഇത് സാക്ഷി പറഞ്ഞ ആൾക്കാരെയും പീഡനത്തിന് കേസ് കൊടുത്തു എന്ന് പറയുന്നത് കേട്ടു. കോടതി തെളിഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരു ബലാത്സംഗ കേസ് എന്നൊക്കെ പറയുമ്പോൾ ചുരുങ്ങിയത് എത്ര ദിവസം കിടക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. ചുരുങ്ങിയത് 90 ദിവസമെങ്കിലും കിടക്കേണ്ടി വരും, ആണല്ലോ. എന്തുകൊണ്ട് ഇവരെയൊക്കെ വെറുതെ വിട്ടു എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അന്വേഷിക്കണം. കൊയിലാണ്ടിയോ പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടോ എല്ലാവരും സത്യത്തിന്റെ പിറകെ പോകുന്നത് ഒരുപക്ഷെ ഇങ്ങനെ മൂക്കിങ്ങനെ പിടിച്ചതിന് ശേഷം പട്ടർ മൂക്ക് പിടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരിക്കും. കൃഷ്ണന്റെ രാധേ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? കൃഷ്ണന്റെ രാധേ, നീ ആർക്കു വേണ്ടിയാണോ മുസ്ലിംകൾ തീവ്രവാദികളാണെന്നും നീ ആർക്കു വേണ്ടിയാണോ നിന്റെ കുട്ടീനെ മദ്രസയിൽ ചേർക്കുമ്പോൾ ഉസ്താദ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതും, നീ ആർക്കു വേണ്ടിയാണോ ഇസ്ലാമിനെ ടാറടിച്ച് കാണിച്ചത്, നീ ആർക്കു വേണ്ടിയാണോ ഇസ്ലാം ജനങ്ങളെ കൊഞ്ഞണം കുത്തിക്കാണിച്ചത്, ആ സംഘികളാണ് നിനക്കെതിരെ ഇപ്പൊ സംസാരിക്കുന്നത്. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പറയാനുണ്ടോ?
മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റ്? അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരി. എന്റെ ഒരു തൊഴിലായിട്ട് കാണും ഇത്. ഈ വീഡിയോ കാണുമ്പോ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക, ഇവക്കിത് കിട്ടണോ, ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും, അത്രേ പറയുന്നുള്ളൂ. കാരണം ഞാനാണെങ്കിലും അല്ല നിങ്ങളാണെങ്കിലും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. പിന്നെ ഈ വിഷയം പറയാൻ വലിയ ലൈറ്റും അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ടല്ലോ, ഈ ക്ലാരിറ്റിക്ക് മതി. അപ്പോ സംഗിനി എന്താ പറഞ്ഞത്? ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുമെന്ന്. ആരെ നോക്കിയാ പറഞ്ഞത്? കൃഷ്ണന്റെ രാധയെ നോക്കിയിട്ടാണ്. അപ്പൊ നിനക്കറിയാം, നിനക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ മുസ്ലിങ്ങളെല്ലാം കൂടി നിന്നെ പുച്ഛിച്ച് കളിയാക്കുമെന്ന് നിനക്ക് നല്ല പോലെ അറിയാം. പക്ഷെ സത്യത്തില് ഒരു ഇസ്ലാം മതത്തിലെ ഒരു പണ്ഡിതന്മാരോ ഒരു മൊയ്ലാക്കന്മാരോ ആരും നിന്നെ ആക്ഷേപിച്ചിട്ടോ കളിയാക്കിയിട്ടോ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെപ്പോലുള്ള ബ്ലോഗർമാര് ചെയ്തിട്ടുണ്ടാകും, അത് ചെയ്യാതിരിക്കില്ല. കാരണം നിന്റെ 32 പല്ലും പുറത്തോട്ടുണ്ട് തൊലിഞ്ഞ ചിരിയും ചിരിച്ച് ഇസ്ലാം മതത്തെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ നമ്മളെപ്പോലുള്ള ബ്ലോഗർമാരെന്ത് ചെയ്യും? എടുത്തിട്ട് ചാമ്പും. അത് സ്വാഭാവികമാണ്. ഇപ്പൊ നിനക്കൊന്ന് മനസ്സിലായി കാണും. നീ കൃഷ്ണനെ ചേർത്ത് പിടിച്ചതല്ല ഇവിടെ വിഷയം. കൃഷ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ ജനിച്ച മതത്തെ, ഇസ്ലാം മതത്തെ ആക്ഷേപിച്ച് കളിയാക്കി പുച്ഛിച്ച് തള്ളിയല്ലോ, അതാണ് ഇവിടെ വിഷയം. കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ കൃഷ്ണനെ ചേർത്ത് പിടിച്ച് അങ്ങനെ പോണം, അതാണ് വേണ്ടത്. പക്ഷെ നിനക്കറിയാം, നീ നിൽക്കാൻ പിടിച്ച കള്ളിയാണ്. ഇസ്ലാം മതം വിട്ട് ഹിന്ദു മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ സംഖ്യകൾ മൂലക്കിരുത്തുമെന്ന് നിനക്ക് നല്ല പോലെ അറിയാം. അതിന്റെ ഒരു ഉദാഹരണമാണ് രാമചംകൻ. രാമചംകൻ വലിയ കാര്യത്തിൽ ഹിന്ദു മതം സ്വീകരിച്ചു, സംഖ്യകളിൽ നിന്ന് 1.5 കോടി രൂപ പറ്റിച്ചു. സംഖ്യകൾക്ക് തിരിച്ചറിഞ്ഞു ഇവൻ വെറും ഉടായ്പാണ്, ഇവൻ വെറും പറ്റിപ്പുകാരനാണെന്ന്. രാമചംകൻ എന്ന് പറഞ്ഞവൻ വെറും പറ്റിപ്പുകാരനാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സംഖ്യകള് രാമചംകനെ പിടിച്ചൊരു മൂലയ്ക്ക് കൊണ്ടിരുത്തിയത്. ഇപ്പൊ രാമചംകന്റെ വല്ല അഡ്രസ് ഉണ്ടോ? പോരാത്തതിന് സംഖ്യകൾ രാമചംകന് ഒരു പേര് വിട്ടുകൊടുത്തു, മുറിയണ്ടി എന്ന്. പക്ഷെ നിനക്ക് നല്ല പോലെ അറിയാം, ഞാൻ മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതം സ്വീകരിച്ച് കൃഷ്ണന്റെ വഴിയെ പോയി കഴിഞ്ഞാൽ സംഖ്യകളിന്റെ വരുമാനം കിട്ടില്ല, സംഖ്യകളെല്ലാം പിടിച്ചൊരു മൂലക്കിരുത്തമെന്ന് നിനക്ക് നല്ല പോലെ അറിയാം. അത് അറിഞ്ഞുകൊണ്ടാണ് നീ 2 തോണിയിൽ കാലിട്ട് കളിച്ചത്. ഇപ്പൊ സംഖ്യകൾക്ക് മനസ്സിലായി എന്തെന്ന്. നീ ഇസ്ലാം മതത്തെ കരിവാരത്തേക്ക് മാത്രമല്ല സംഖ്യകളെ മൂഞ്ചിക്കും കൂടിയാണെന്ന് സംഖ്യകൾക്ക് മനസ്സിലായി. പോരാത്തതിന് കൃഷ്ണനെയും നീ പറ്റിക്കുകയാണ്, ഹൈന്ദവരായ ജനങ്ങളെ നീ പറ്റിക്കുകയാണെന്ന് മനസ്സിലായപ്പോ നിനക്ക് 8ന്റെ പണി സംഖ്യകൾ തന്നു. ഇന്നൊന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ഇസ്ലാം മതത്തിൽ നിന്ന് പോകുന്ന സംഖ്യകളാകുന്ന താത്തമാരായാലും ശരി, ഇസ്ലാം മതത്തിൽ നിന്ന് പോയിക്കൊണ്ട് ഞാൻ സ്വതന്ത്ര ചിന്തകനാണെന്ന് പറയുന്ന ചിന്തകന്മാരായാലും ശരി, എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, നീയൊക്കെ ഈ മതം വിട്ടു പോയാലും, ഇനിയിപ്പോ ഹിന്ദു മതം വിട്ട് മുസ്ലിമിൽ വന്നാലും, മുസ്ലിം മതം വിട്ട് ഹിന്ദു മതത്തിൽ പോയാലും, ക്രിസ്ത്യൻ വിട്ട് മുസ്ലിം ആയാലും, ക്രിസ്ത്യൻ വിട്ട് ഹിന്ദു മതമായാലും, ആരും ജനിച്ച മതത്തെ കളിയാക്കി ആക്ഷേപിച്ചിട്ട് അതിൽ കിട്ടുന്ന കാശ് വാങ്ങി നക്കരുതേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെയൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാല് ആ ജനിച്ച മതത്തിലെ നിന്റെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടാവുള്ളൂ നിനക്കൊരു താങ്ങായിട്ട്, വേറെ ഒരു പുല്ലന്മാരും ഉണ്ടാവില്ല എന്നുള്ളത് ഇതുപോലുള്ള സംഗീതാത്തമാരും എന്താ പറയുക സ്വതന്ത്ര ചിന്തകന്മാരൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഇവരെന്തിനാ എന്നെ സ്വർഗത്തിൽ പറഞ്ഞേക്കുന്നത്? ഏതെങ്കിലും ആരെങ്കിലും വൈവഹിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഇസ്ലാം മതം വിട്ടു പോണവർ പൊയ്ക്കോട്ടെ, അവരെ ഉപദേശിച്ച് കൊണ്ട് നന്നാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മോളെ, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഖുർആനിൽ വേറൊന്നും പറഞ്ഞിട്ടില്ല. എന്തറിയോ? ഇസ്ലാം മതം വിട്ടു പോയാൽ അങ്ങനെ പൊയ്ക്കോളണം. പിന്നെ അവിടെ ചെന്നിട്ട് ഇസ്ലാം മതത്തെ നോക്കി ആക്ഷേപിച്ച് കളിയാക്കി പുച്ഛിച്ച് തള്ളാൻ ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ മോളെ. അതെന്താ നീ മറന്നുപോയോ? നീ ചെയ്യുന്നത് അതായിരുന്നു. അതിനുള്ള പനിഷ്മെൻ്റാണ് നിനക്ക് അള്ളാഹു തന്നതെന്നൊന്നും ഞാൻ പറയില്ല. ഇത് നീ സംഖ്യകളെ മൂഞ്ചിക്കുകയാണെന്ന് സംഖ്യകൾക്ക് തിരിച്ചറിഞ്ഞു, ഹൈന്ദവരെ നീ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് ഹൈന്ദവർക്കും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ നിനക്കിട്ട് 8ന്റെ പണി തന്നതാണ്. അതിനും ഇസ്ലാമിനും യാതൊരു ബന്ധമില്ല മോളെ. നിന്റെ ഈ കരച്ചിലും പിടിച്ചിലൊക്കെ വെറുതെയാണ്. കാരണം നീ 1-ാം തരം ഒരു ഉടായ്പാണെന്ന് നിന്റെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ സ്വന്തം നാട്ടിൽ വിലയില്ലാത്ത നീ ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം ജനങ്ങൾ, എന്തിന് സ്വന്തം സഹോദരന്മാർ വരെ നിന്നെ തള്ളിയാണ് പറയുന്നത്. അപ്പം അത്രയും വലിയൊരു ഉടായ്പാണ് നീ എന്നുള്ളത് നിന്റെ നാട്ടിലും രഹസ്യമായ പരസ്യമായ ഒരു സംഭവമാണ്.